കൂട്ടുകാരെ സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോല് നമ്മുടെ പല്ലവിക്ക് വിദേശ സർവകലാശാലയുടെ ഫെലോഷിപ്പ് കിട്ടുകയാട്ടോ. അപ്പൊ മലയാളി യുവതിക്ക് വിദേശ സർവകലാശാലയുടെ ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞ വാർത്ത ടി വിയിൽ വലിയ ന്യൂസ് ഒക്കെ വരുവാട്ടോ. അപ്പൊ നമ്മുടെ സ്വാതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. അപ്പൊ അതിന്റെ ഈ സന്തോഷത്തിന് നമ്മുടെ പല്ലവി എല്ലാവർക്കും പായസമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്വാതി ആ ഒരു ഗ്ലാസ് ആ ഒരു പായസം മനഃപൂർവ്വം നിലത്തിട്ട് ഉടയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പല്ലവിയുടെ അച്ഛൻ വരുന്നുണ്ട്, ഒരു സ്നേഹ സമ്മാനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഋതു ഇങ്ങനെ പല്ലവിനോട് പറയും, പല്ലവിയുടെ അച്ഛനോട് പറയും, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, മോളെ കെട്ടിച്ചു വിട്ട വീട് പോലെയാണല്ലോ നിങ്ങൾ വന്നിങ്ങനെ വലിഞ്ഞു കയറി തോന്നിയാസം കാണിക്കുന്നത്, നിങ്ങൾക്ക് ഒരു അന്തസ്സില്ലേ, നിങ്ങളൊക്കെ ഒരു മാഷാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഋതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാഷിനെ പിടിച്ച് തള്ളിയിടുന്നുണ്ട് നമ്മുടെ ഋതു കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് സഹിക്കാനാവുമ്പോൾ നമ്മുടെ പല്ലവി നമ്മുടെ ഋതുവിന്റെ കാരണം പുകച്ച് ഒരു അടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇത് കണ്ടിട്ട് നമ്മുടെ പൂർണിമാമ ഓടി വരുന്നുണ്ട്. പൂർണിമാമയെ ഋതുവാണോ പല്ലവിയാണോ എന്നറിയില്ല, ആരൊക്കെയോ ഇങ്ങനെ ഉന്തി മാറ്റുന്നുണ്ട്. ഉന്തി മാറ്റുമ്പോൾ നമ്മുടെ പൂർണിമാമ ഒരു മതിലിൽ ചെന്ന് തലയിടിക്കുവാട്ടോ. അതിനുശേഷം ബോധം കെട്ട് വീഴുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ സേതു പൂർണിമാമയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് സ്നേഹക്കൂട്ട് പുത്തൻ പുറമോല് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ പൂർണിമാമയുടെ ജീവൻ തിരിച്ചു കിട്ടുമോ? ഭയങ്കര അപകടത്തിൽ നിൽക്കുവാട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ പൂർണിമാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ സേതുവിന്റെയും പല്ലവിയുടെയും കാര്യം കട്ടപ്പോകാം അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.